ഇത് നമ്മൾ വീട്ടിൽ കൃഷി ചെയ്തേക്കുന്ന പച്ചക്കറികളാണ്. കൃഷി ചെയ്തേക്കുന്നത് തക്കാളി, വഴുതന, പച്ചമുളക് ഒക്കെയാണ്. ഇതെല്ലാം ചെടിച്ചട്ടിയിലാണ് കൃഷി ചെയ്തേക്കുന്നത്. ഒരു ചോളം നട്ടിട്ടുണ്ട്, അത് പൂക്കാറായി വരുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഇതിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ കുറ്റിപ്പയർ ഇട്ടേക്കുവാണ്. ഇത് പൂവൊക്കെയായി തുടങ്ങി. ഏകദേശം ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കിന് പയർ പറിക്കാറാവും. അപ്പോൾ നമുക്ക് ഡെയിലി പാടത്തിട്ടേക്കുന്ന പയർ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിളവ് തീരാറാകുമ്പോഴത്തേക്കിന് നമുക്ക് ഇവിടെ ഇതിപ്പോൾ പയറായി തുടങ്ങും. ഇതെല്ലാം ഇതും പൂത്തിട്ടുണ്ട്. ഇത് കുറ്റിക്കുരുമുളകാണ്, ചെടിച്ചട്ടിയിലുള്ളതാണ്. എന്നും നമുക്ക് ഇതിൽ നിന്ന് കുരുമുളക്, പച്ചക്കുരുമുളകും പഴുത്തതൊക്കെ ആയിട്ട് കിട്ടാറുണ്ട്. ഇതിപ്പോൾ ഈ ഇലയിൽ ഈ കീടങ്ങൾ ബാധിച്ചിട്ടാണ് ഈ ഇല ഇങ്ങനെ ഇരിക്കുന്നത്. അത് നമ്മൾ വിളവെടുക്കുമ്പോൾ തന്നെ ഈ കീടം ബാധിച്ച ഇല ഇങ്ങനെ കട്ട് ചെയ്യുകയും അതിനോടൊപ്പം നമുക്കിത് ജൈവ കീടതായത് വെളുത്തുള്ളി, വേപ്പെണ്ണ, വാർസോപ്പ് മിശ്രിതം നമ്മൾ വൈകുന്നേരങ്ങളിൽ ഇലയുടെ അടിവശം ഒരു 5 മണി 6 മണിക്ക് ശേഷം ഇലയുടെ അടിവശങ്ങളിൽ ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പം ഇത് നല്ല മാറ്റം വരും. ഇത് ഇന്ന് കിട്ടിയ കുറച്ച് പച്ചക്കറിയാണ്. കുറച്ച് വഴുതനയുണ്ട്, തക്കാളിയുണ്ട്, പച്ചമുളകുണ്ട്, കുരുമുളകുണ്ട്. നമുക്കിത് 2-3 ദിവസത്തേക്കുള്ള പച്ചക്കറികളായി. അതോടൊപ്പം നമ്മുടെ പാടത്തുനിന്ന് കിട്ടിയ തടപ്പയർ കിട്ടിയിട്ടുണ്ട് കുറച്ചധികം. ഇത് വളരെ രുചിയുള്ള ഒരു ഇനം പയറാണ്.